ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയ്ക്ക് വേണ്ടി റേസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ആ ലൂ ആണ് ഫസ്റ്റിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. മുട്ടിയില്ല എന്ന പോലെയാണ് നമ്മുടെ ഹീറോയിനും പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഹീറോയിൻ വീക്കൊന്നും അല്ലല്ലോ. മുകളിലിരുന്ന് നമ്മുടെ ചായു എല്ലാവരും അവൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ചീറപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ട്രെയിൻ ചെയ്തത് മിസ്റ്റർ ഫൂ ആണ്. ഓ, മിസ്റ്റർ ഫൂ ആണോ? അവര് നല്ലൊരു ഡ്രൈവർ ആണെന്ന പോലെ ഇവരുടെ കോച്ചും പറയുന്നുണ്ട്. ഇവിടെ ലീ താങ് നമ്മുടെ ഹീറോയിന്റെ റേസിംഗ് കണ്ടിട്ട് അവള് തീർച്ചയായിട്ടും ലോങ് റേസിംഗ് ആയിരിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ അവൻ കുറച്ചെങ്കിലും മാറുമ്പോ ഇവൾക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതും കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിനും ആ മെത്തേഡ് തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതും പെട്ടെന്ന് അവൾ അവനെ ഓവർടേക്ക് ചെയ്ത് വളരെ സ്പീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റൊരു ടേൺ വന്നതും ഇവൻ വേണമെന്ന് വെച്ച് തന്നെ വളച്ച് നമ്മുടെ ഹീറോയിന്റെ ബാക്കിൽ കൊണ്ട് ഇടിപ്പിക്കുവാണ്. രണ്ടുപേരും കൺട്രോൾ ഇല്ലാതെ താഴത്തേക്ക് ഇടിച്ചു വീഴുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് തലയൊക്കെ ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഹീറോ ഓടി വരുന്നതൊക്കെ കാണുന്നുണ്ട്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവൻ വളരെ പേടിച്ചുപോയി. അവളെ കൊണ്ട് നടക്കാനേ പറ്റുന്നില്ല. ഇത് ശ്രദ്ധിച്ച് വായന്റെ മേലേക്ക് കയറെന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് അവൻ കൂട്ടിക്കൊണ്ടു പോകുവാണ്. ആക്സിഡന്റ് ആയാലും അവളാണ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത്. അപ്പോ പ്രൈസ് മണിയും അവൾക്ക് കിട്ടുമെന്ന് പറഞ്ഞതും തങ്ങളിയുടെ അനിയത്തി സന്തോഷത്തിൽ തുള്ളി ചാടാൻ തുടങ്ങി. ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് മുറിവിൽ മരുന്നൊക്കെ പറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോ ഹീറോയിനും അവനെ നോക്കി, ഫൈനലി ഞാൻ ജയിച്ചു. ഈ 5000 ഞാൻ വെച്ച് ബെയ്ജിങ്ങിലൊക്കെ പോയി ഞാൻ മൊത്തം ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞതും അധികം ഓവർ കോൺഫിഡൻസ് വേണ്ട, നിനക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് നടക്കെന്ന് അവൻ വളരെ കെയറിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിന് വളരെ ഇഷ്ടാകുന്നുണ്ട്. അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ തങ്ങളിയുടെ അനിയത്തി വന്നിട്ട് അവൻ ഐസ്ക്രീം കൊടുത്തിട്ട് പോകുവാണ്. മുറിവിന് മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയും പോകുന്നുണ്ട്. അപ്പോ നമ്മുടെ ഗോയുണ്ട് ഐഡലാണല്ലോ നമ്മുടെ ഹീറോ. അവൻ ഓടി വന്ന് ചറപറ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ ആ ലൂ വരുന്നുണ്ട്. ദേഷ്യത്തിലാണെങ്കിലും സോറി ചോദിക്കുവാണ്. നിന്നെ കുറിച്ച് തെറ്റായി സംസാരിച്ചതിന്. അവൻ നമ്മുടെ ഹീറോയിനുമായിട്ട് തോറ്റുപോയല്ലോ. പക്ഷെ ഇതിനെ കുറിച്ച് നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. അത് ഗോയു ആണ് അവനോട് പറയുന്നത്. അതെ, നിന്നെ കുറിച്ച് അവൻ വളരെ മോശമായിട്ട് സംസാരിച്ചേ. സൂയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. നീ തോറ്റുപോയാല് ചെന്നിനോട് സോറി പറയണമെന്നും ബെറ്റ് വെച്ച് കളിച്ചതും അവളാണ്. ഇതൊക്കെ കേട്ട ഹീറോയ്ക്കു ഭയങ്കര സന്തോഷാകുന്നുണ്ട്. ഉടനെ ഹീറോയിനെ വിളിക്കുവാണ്. നിന്റെ കയ്യില് കൊടയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാല് അതിന് മഴയെ പെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ കൊടയെന്ന് പറഞ്ഞു വരുന്നതിനുള്ളിലെ മഴ പെയ്യുവാണ്. എന്തെന്നാവാ നിന്റെ, നീ തിരക്കേടില്ലല്ലോ, പറഞ്ഞപ്പോഴേക്കും സംഭവിച്ചല്ലോ. നിന്റെ ബാഗിൽ കൊടയുണ്ട്, അതെടുത്തോ എന്ന് അവൻ പറയും. ഹീറോയി തപ്പി നോക്കുമ്പോ ബാഗിൽ ഒരു കൊടയുണ്ട്. ആഹാ, അവൻ ഇത്രയും എന്നോട് സ്നേഹമെന്ന് അവൾ ചിന്തിക്കുകയാണ്. ലൂ വന്ന് എന്നോട് സോറി പറഞ്ഞിട്ട് പോയി. നീ ഓവർ തിങ്ക് ഒന്നും ചെയ്യണ്ട. അവനോട് ബെറ്റ് വെച്ചതിന്റെ ഫസ്റ്റ് റീസണെ ക്യാഷ് ആണ്, സെക്കൻഡറി ആണ് നിന്റെ സോറിയൊക്കെ. മനസ്സിലായോ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. നീ എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യും. ഇവള് ഓരോ പ്രാവശ്യവും അവന് വേണ്ടി സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നത് ഓർത്തതും അവൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ കാണും എന്ന് അവൻ ചിന്തിക്കുവാണ്. ഹീറോ കൊടുത്ത കൊടയില് അവന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ഹീറോയിനും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. ലീട്ടങ് ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിന്റെ റേസിംഗ് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി. ഇതാ അവൾക്ക് കൊടുത്തേക്ക്, ഫേമസ് റൈഡറിന്റെ സൈൻ ഇതിലുണ്ട്. ഈ ഹെൽമെറ്റ് അവൾക്ക് വർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കൊടുത്തിട്ട് പോകും. ഹീറോയും നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ യാങ്ഷി ആണെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ കണ്ടിട്ട്, അത് ശരി, ഞാനില്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുവാണല്ലേ, ഞാൻ വിടില്ലടാ എന്ന് പറഞ്ഞ് അവൻ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഹീറോയിനും ഗോയും ചായും എല്ലാം അവരുടെ ഹോട്ടലിലെത്തി. അവിടെ തന്നെയാണ് നമ്മുടെ ഹീറോയും വരുന്നത്. ഇവര് രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുണ്ട്. എന്റെ ടീം എനിക്ക് ഇവിടെയാണ് റൂം തന്നിരിക്കുന്നത്. നീ പുറത്തു പോകാൻ നിൽക്കുവാണോ എന്ന് ചോദിച്ചാല് അതെ, ചായ ഓവറായിട്ട് ഫുഡ് കഴിച്ചു, അവൾക്ക് ഡൈജസ്റ്റീവ് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുന്നാണെന്ന് പറഞ്ഞതും എന്റെ കയ്യിൽ മരുന്നുണ്ട്, നീ എന്റെ റൂമിലേക്ക് കൂടെ വാ എന്ന് പറയും. ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞു കൂടെ പോകും. റൂമിൽ എത്തിയതും അവൾക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ലെയ്ത്തങ്ങ് കൊടുത്ത ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതും കൊടുക്കുവാണ്. അതില് സൈനൊക്കെ ഉണ്ടല്ലോ, അത് കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷാകുന്നുണ്ട്. ശരി, വേറെ ഒന്നും നിനക്ക് എന്നോട് പറയാനില്ല എന്ന് ഹീറോ ചോദിക്കുവാണ്. ഹീറോയിൻ ക്ലൂലെസ് ആയിട്ട് നോക്കി നിൽക്കുന്നത് കണ്ട്, ശരി, ഞാൻ നിനക്ക് വേണ്ടി ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതും എടുത്തു കൊടുക്കും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എപ്പോഴത്തെയും പോലെ ഇതിന് എത്രയായി, ഞാൻ പേ ചെയ്യാം എന്ന് പറഞ്ഞ് പേ ചെയ്യാൻ വന്നതും, ഇപ്പൊ നീ എങ്ങാനും പേ ചെയ്താല് നമ്മൾ തമ്മിൽ ഇനി സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും എന്ന് ഹീറോ പറയും. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, അത് നിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. എന്നാ എന്നെ ദേഷ്യപ്പെടുന്നത് നിർത്ത്. എന്റെ ഫീലിങ്സും എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാനാണ് എന്റെ ജോലി സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നോട് പോലും ചോദിക്കാതെ നീ റൈഡിന് ചേർന്നു. അവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, നിന്റെ അച്ഛനും മിസ്റ്റർ ഫൂ എന്നെ കൊന്നു കളഞ്ഞേനെ. ഇല്ല, എന്റെ അച്ഛനും മിസ്റ്റർ ഫൂ ഒന്നും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് പിന്നെയും ദേഷ്യമാണ്. ശരി, നീ അപ്സെറ്റ് ആകാതെ, നിന്റെ ഈ ദേഷ്യം മാറ്റാൻ
ചെയ്യാൻ വേണ്ടി ഞാനൊരു ജോക്സ് പറയട്ടെ. ഇത് ജോക്കല്ല, ശരിക്കും നടന്നതാണ്. ആക്ച്വലി എന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് വന്നു. പ്രായം കുറഞ്ഞ ഒരു സുന്ദരനായിട്ടുള്ള ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യൻ. നിങ്ങൾ ആൺകുട്ടികൾക്ക് പല ശീലങ്ങളും ഉണ്ടാകുമല്ലോ, വലിക്കുന്നത്, കുടിക്കുന്നത്, ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നത്, അങ്ങനെ നിറയെ. അതേപോലെ ഈ പയ്യനെ ചെക്ക് ചെയ്തപ്പോ അവന്റെ റീപ്രൊഡക്റ്റീവ് സെൽസുകളൊക്കെ വളരെ കുറവാണെന്നാ പറഞ്ഞത്. ഹീറോയ്ക്ക് എന്തോ ഇത് കേൾക്കുമ്പോ അവന്റെ കഥ കേൾക്കുന്ന പോലെയാണ് തോന്നുന്നത്. നിന്റെ അച്ഛൻ ഡോക്ടറാണോ? അവര് വേറെന്തൊക്കെയാ പറഞ്ഞതെന്ന് അവന് കൂടുതൽ ടെൻഷൻ ആവാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുമ്പോ ചെക്കപ്പിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരാൻ. ഇത് കേട്ടതും ഹീറോ എഴുന്നേറ്റ് പോയി ടെൻഷനില് എന്തൊക്കെയാ ചെയ്യാൻ തുടങ്ങി. എന്താ, നിനക്ക് വയ്യാത്ത പോലെ തോന്നുന്നുണ്ടോ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാല്, ഏയ് എനിക്കെന്ത് പ്രശ്നം, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നോ അവൻ വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി. ഓ, ഇനി ഞാൻ പറഞ്ഞ ജോക്ക് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? എന്നാ ശരി, ഞാൻ വേറൊരു ജോക്ക് പറയട്ടെ. ഇല്ലില്ല, എനിക്ക് ഈ ജോക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇനി ജോക്കൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവൻ വളരെ കഷ്ടപ്പെട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അവരുടെ ഡോർ ആരോ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേസമയം യങ്ഷി ആണെങ്കിൽ ഇവരെ തേടി ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. അവിടെ വെച്ച് അവൻ ചായയും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോഴാണ് ഗുയാൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് വരുന്നത്. ഇവളാണ് തുടക്കത്തില് യങ്ഷിയോട് പോയി ഐഡിയ ചോദിച്ച് നമ്മുടെ ഹീറോയെ പോയി പ്രപ്പോസ് ചെയ്തില്ലേ. ഇവളൊരു ആക്ട്രസും കൂടിയാണ്. ഇപ്പോ ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് യങ്ഷിക്ക് അവള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയുടെ അടുത്തേക്ക് വന്നത് 2 ഗാർഡ്സ് ആയിരിക്കും. അതായത് ഹീറോ ഇങ്ങനെ ക്യാമറ എക്യുപ്മെന്റ് ഒക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അവൻ ഒരു പാപ്പരാസിയാണെന്ന് വിചാരിച്ച്, ഫ്രോഡ് ആണെന്ന് വിചാരിച്ച് ഇവർ വന്നിരിക്കുന്നത്. ഹീറോ അവന്റെ ക്രൂവിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്കിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ആ ആക്ട്രസ് പെണ്ണും മറ്റുള്ളവർ അവിടേക്ക് വരുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ പാപ്പരാസി ഒന്നല്ല, ഇവൻ എന്റെ ഫ്രണ്ടാണ്. അവന്റെ ഫാമിലി മുഴുവൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ അമ്മ TV സ്റ്റേഷനിലെ പ്രൊഡ്യൂസർ ആണ്. അവന്റെ അച്ഛൻ ഒരു വലിയ കമ്പനിയിലെ CEO ആണ്. സോ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞതും, സോറി മോനെ, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാതെ വന്ന് തിരക്കിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് ഓഫീസേഴ്സും സോറി പറഞ്ഞിട്ട് പോകുവാണ്. ഇതിനു വേണ്ടി നമ്മുടെ ഹീറോയിൻ അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. ഉടനെ ഗുയാനും, ആക്ച്വലി ഹീറോയാണ് താങ്ക്സ് പറയേണ്ടത്, ഞാൻ അവനാണ് ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞതും പെട്ടെന്ന് ഹീറോയിൻ ഒരുമാതിരി ആകുന്നുണ്ട്. ഇത് കണ്ട ചായും, സിറ്റുവേഷൻ എന്തോ മോശമാകുന്ന പോലെയുണ്ട്, നമ്മൾ ഇനി ഇവിടെ നിൽക്കണ്ട, ശരി നിങ്ങൾ സംസാരിക്കി, ഞങ്ങൾ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിനെ യങ്ഷിയെ വിളിച്ചുകൊണ്ട് അവള് പോകുവാണ്. പുറത്തേക്ക് വന്നതും ചായി, നിനക്കെന്താ തോന്നുന്നേ? ആ ആക്ട്രസിന് നമ്മുടെ ചെന്നിനോട് ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നുന്നില്ലേ? ആക്ച്വലി നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ചെന്നിന് അവളെ ഇഷ്ടമല്ല. പിറന്നത് മുതൽ ചെക്കൻ സിംഗിളായിട്ട് തന്നെ ആയിരിക്കുന്നേ. സൂയ, നീ പേടിക്കൊന്നും വേണ്ടട്ടോ, അതിന് എനിക്കെന്താ പ്രശ്നം? അവൻ കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പോയതും പാവം ആ ചെക്കൻ ഇതെങ്ങാനും കേട്ട ചങ്ക് പൊട്ടിക്കരയല്ലോ എന്ന് നമ്മുടെ യങ്ഷി വിചാരിക്കുകയാണ്. ഇവര് തിരികെ വരുമ്പോ ഗുയാനും ചേർത്ത് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഹെൽപ്പ് ചെയ്തില്ലേ അതിന് താങ്ക്സ് പറയുന്ന പോലെ. അവൾ എവിടെയെന്ന് ചോദിച്ചാല് സെറ്റിലേക്ക് തിരികെ പോയെന്ന് പറയും. ഓക്കെ ശരി, നമുക്ക് ഒന്നിച്ച് നാളെ പുറത്ത് പോയാലോ എന്ന് യങ്ഷി ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ഇല്ല, വന്നത് മുതൽ ഞങ്ങൾക്ക് ഒന്നും അങ്ങ് സെറ്റ് ആകുന്നില്ല. ഒരു അമ്പലത്തിൽ പോയി ഏതെങ്കിലും വരം പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങണം എന്ന പോലെ ഉണ്ടെന്ന് അവർ ശോകത്തിൽ പറഞ്ഞതും ഹീറോ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയെന്ന് പറയുന്നുണ്ട്. എന്നാ നീയും ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ പോയി കളയുവാണ്. ഹീറോവിന് അത് എന്തോ പോലെ ആകുന്നുണ്ട്. റൂമിലേക്ക് വന്നവൻ ആലോചിക്കുവാണ്. ആ ആക്ട്രസ് പെണ്ണ് അവനോട് ചോദിക്കും, നിന്നെ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് എങ്ങനെയാണ് നീ റീപേ ചെയ്യാൻ പോകുന്നതെന്ന്. നാട്ടിലേക്ക് വരുമ്പോ ഞാനും സൂയയും നിനക്ക് ഫുഡ് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതും സൂയയോ, അവളെന്തിനാ, നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് പോകാൻ പറ്റില്ലേ എന്ന് അവള് ചോദിക്കും. അവന് ഉടനെ തന്നെ പറ്റില്ലെന്ന് പറയാണ്. അപ്പോ നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാല് ഹീറോ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ട് അവൾക്ക് ആൻസർ കിട്ടി. അപ്പോ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാല് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവനും പോയി. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയിനും ഹീറോ പറഞ്ഞ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരികെ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുട്ടികൾ പിറക്കാൻ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലൊക്കെ പോയാല് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇതില് ആ ചെൻ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമാണെന്ന് പറഞ്ഞതും ഇതില് ചെൻ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ചെയ്താൽ ഇപ്പോ അച്ഛൻ ഫ്രണ്ടുമായിട്ട് കുടിച്ചിരുന്ന് വർത്താനം പറയായിരിക്കും. ആ ചെന്ന് പയ്യനുണ്ടല്ലോ, അവൻ ശരിയേ അല്ല, എന്താണ് അവൻ നിന്നോട് ചെയ്തതെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോ വരം കിട്ടണമെന്ന് ഹീറോയിൻ പറഞ്ഞപ്പോ ഹീറോ പറഞ്ഞു കൊടുത്ത അമ്പലമല്ലേ, അത് ആക്ച്വലി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്പലമാണ്. ഇതിന്റെ കൂടെ എന്റെ മകള് എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പോ ചെന്നിന്റെ പേര് പറഞ്ഞാലേ അവള് വിഷയം മാറ്റാൻ തുടങ്ങും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് കുടിച്ച് സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോ അച്ഛനെ വീക്ക്ലി ചെക്കപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ ഹെൽത്തി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നീ ഓക്കെ ആണ്, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഹീറോയോട് പറയും.
പക്ഷേ മുതിർന്നവരോട് പെരുമാറുമ്പോൾ കുറച്ച് റെസ്പെക്ട് വേണമെന്ന് പറഞ്ഞ് അവൻ കൈക്കൂലി കൊടുത്തത് കാണിച്ചു കൊടുക്കുവാണ്. ഇത് കണ്ട ഹീറോയും ആ മെനകെട്ട യാങ്ഷി പറഞ്ഞത് കൊണ്ടാണ് ഞാനെന്ന് സാർ സോറി, ഇനി ഇതേപോലെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരോട് ഭയങ്കരമായിട്ടൊക്കെ സോറി പറഞ്ഞിട്ട് 5th ഫ്ലോറിൽ പോയി ആ ക്യാഷ് വാങ്ങി തിരികെ വരുമ്പോൾ യാങ്ഷിയെ നല്ലോണം വഴക്ക് പറഞ്ഞിട്ടേ അവൻ വരുന്നുണ്ട്. എടാ, അവര് നിന്നോട് സംസാരിച്ച രീതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഗസ് ചെയ്തതെന്ന് ഇവര് സംസാരിച്ചിട്ടേ പോകുമ്പോ ഇതൊക്കെ ചായയുടെ അച്ഛൻ കേൾക്കുന്നുണ്ട്. നേരെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ നിനക്കറിയത്തില്ല, സോ ഇങ്ങനെ നീ പിള്ളേരോട് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. കട്ട് ചെയ്താലും നമ്മുടെ ഹീറോയിനും ലാസ്റ്റ് ട്രൈ എന്ന പോലെ ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടി ഒരു സ്റ്റാൾ ഇട്ട് കച്ചവടം നടത്താൻ തുടങ്ങുവാണ്. പക്ഷെ കസ്റ്റമർ ആരും ഇതുവരെ വന്നിട്ടില്ല. ഡേയ്സും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഒരു ചെക്കൻ വന്നിട്ട് ഒരു കാർഡ് വാങ്ങി അവനൊരു കവിതയൊക്കെ പാടിയിട്ട് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു പെണ്ണിനോട് മാത്രമാണ് അവൻ അത് പറയുന്നതെങ്കിൽ മൈൻഡ് ആക്കില്ലായിരുന്നു ഹീറോയിൻ. ഇതവൻ ഡെയിലിയും ഓരോ പെണ്ണുമായിട്ട് കൂടെ വന്ന് ഇതേ ഡയലോഗ് തന്നെയാണ് പറയാൻ തുടങ്ങിയത്. ഇത് കണ്ട ഹീറോയിനും ഇടപെടാൻ തുടങ്ങി. ഹലോ ചേട്ടാ, ഇനിയും നിങ്ങൾ ഓരോ ഡയലോഗ് തന്നെ എത്ര പെൺകുട്ടികളോടാ പറയാൻ പോകുന്നതെന്ന് അവനെ പെടുത്തി വിടുവാണ്. 8 സെക്കൻഡിലെ ആ പെൺകുട്ടി ഇവന്റെ മുഖത്ത് ഒരു ആഞ്ഞടി കൊടുത്തിട്ട് ഓടിപ്പോകുവാണ്. ഈ ദേശത്തിൽ ആ പയ്യൻ നീ കാരണമാണ് അവള് പോയത്, നിന്നെ ഞാൻ വീട്ടിലിടി എന്ന് പറഞ്ഞ് അവളുടെ ആ സ്റ്റാള് തല്ലിപ്പൊളിക്കാൻ നോക്കുവാണ്. ആ ടേബിൾ എടുക്കാൻ പോകുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. നീ ആരാടാ ഇതിൽ കയറി വരാനെന്ന് ചോദിച്ചാല് ഞാനവരുടെ കസ്റ്റമറാണ് സാർ. മാറി നിൽക്കുന്ന ഹീറോ വളരെ കാമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് ഇവള് നടത്തുന്നത് നെയിൽ ആർട്ട് സ്റ്റോർ അല്ലേ, നീ എന്ത് ചെയ്യാനാടാന്ന് ചോദിച്ചതും അതിന് തന്നെയാണ് ഞാനും വന്നത്. നോക്കൂ മാഡം, അയൺമാനോ സ്പൈഡർമാനോ എന്തായിക്കോട്ടെ ക്രിയേറ്റീവ് ആയിരിക്കണം. ചെയ്തോ എന്ന് പറഞ്ഞ് അവന്റെ കൈ കൊടുത്തതും ഹീറോയിനും ഓക്കെ പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി. ആ മെനകെട്ടവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നീ ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രശ്നമുണ്ടാക്കിയാല് കുറച്ച് ടൈമിനുള്ളിൽ ഇവിടെ പോലീസ് വരുമെന്ന് പറഞ്ഞതും ചെക്കൻ പേടിച്ചു പോയെന്നാ തോന്നുന്ന ഓടിക്കളയാണ്. ഇവിടെ ഹീറോയിനും ശരിക്കും അവന്റെ നെയിലിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങി. നീയാണ് എന്റെ ഫസ്റ്റ് കസ്റ്റമർ, സോ അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവള് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആർട്ട് ചെയ്യാൻ തുടങ്ങിയതും ഹീറോ വളരെ അഡ്മയർ ചെയ്ത് അവളെ തന്നെ നോക്കാൻ തുടങ്ങുവാണ്. നിന്റെ അമ്മയെ നീ കൂട്ടിക്കൊണ്ടു വരുമല്ലോ എന്ന് അപ്പോൾ ഹീറോയിൻ ചോദിക്കും. എപ്പോ നോക്കിയാലും നിനക്ക് എന്റെ അമ്മയെ കാണണം എന്ന വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ശരി, അതിനൊരു വഴിയുണ്ട്. എന്റെ ഗേൾഫ്രണ്ട് ആയാല് പെട്ടെന്ന് തന്നെ നിനക്ക് എന്റെ അമ്മയെ കാണാമെന്ന് പറഞ്ഞതും കറക്റ്റ് ആയിട്ടാണ് ഹീറോയുടെ അമ്മ അവിടേക്ക് ഫെസ്റ്റിവൽ ന്യൂസ് കവർ ചെയ്യാനായിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ട് ഹീറോയുടെ അമ്മ ഹീറോയെയും ഹീറോയിനെയും കാണുന്നുണ്ട്. അവര് പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ട് നിന്ന് പോകുന്നുണ്ട്. ഇവരുടെ ക്രൂ എല്ലാം ഇവരെ കണ്ട് ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോയെയും ഹീറോയിനെയും വളച്ച് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയതും നോ ഇവിടെ വേണ്ട, അവിടെ പോയി കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ക്രൂവിനെ അമ്മ ഡിസ്ട്രാക്ട് ചെയ്ത് വിടുവാണ്. ഇവരോട് എന്താണ് അമ്മ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സോ ഹീറോയിനും അമ്മയെ ആദ്യമായിട്ട് കാണുവാണ്. അവളും വളരെ സ്റ്റണ്ണായിട്ട് അമ്മയെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. സോ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.